ഇന്ന് വളരെ എളുപ്പത്തിലും വളരെ രുചികരവുമായ രീതിയിൽ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചട്ടിയിൽ 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പിനായിട്ട് 4-5 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കണം. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. വെളുത്തുള്ളിയുടെ രുചി കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ അളവ് കുറയ്ക്കാം. കടുകിൻ്റെ അളവ് കൂട്ടരുത്, കാരണം കടുക് കൂടിയാൽ കയ്പുണ്ടാകും. മാങ്ങയുടെ അളവിനനുസരിച്ച് വെളുത്തുള്ളിയുടെയും കടുകിൻ്റെയും മുളക് പൊടിയുടെയും ഒക്കെ അളവിന് മാറ്റം വരുത്തിക്കോളൂ. നല്ലെണ്ണയിൽ കിടന്ന് ഈ അരപ്പ് മൂത്ത് എണ്ണ തെളിഞ്ഞു വരണം. അതിനുശേഷം ഇതിനെ തണുക്കാനായിട്ട് വെക്കണം. നന്നായി തണുത്ത് കഴിഞ്ഞാൽ ഉപ്പ് തിരുമ്മി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇതിനെ ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം. 5 മുതൽ 6 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. 1-2 ദിവസം പുറത്ത് വെച്ചേക്കാവുന്നതാണ്. അതിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതിനെ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള കടുമാങ്ങയും തൈരും പപ്പടവും ഉണ്ടെങ്കിൽ കഞ്ഞിയോ ചോറോ വയറു നിറയെ കഴിക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക്